കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനെ വലിയ പ്രതീക്ഷകളുമായി ഒരു ക്യാമ്പസിലേക്ക് പഠിക്കാൻ പോയ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കേവലം 21 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ തുടർച്ചയായ 3 ദിവസം വലിയ റാഗിങ്ങിനിരയാക്കി ദേഹമാസകലം വലിയ ക്രൂരതകൾക്ക് അടിച്ച് കമ്പിവടികൾ കൊണ്ടും അതേപോലെ തന്നെ മറ്റു ഉപകരണങ്ങൾ കൊണ്ടെല്ലാം വലിയ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കി, മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കി വലിയ രീതിയിലേക്ക് ആ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർച്ചയായ 3 ദിവസം ആ വിദ്യാർത്ഥിക്ക് ഒരു തുള്ളി ജലമോ ഒരല്പം ഭക്ഷണമോ പോലും നൽകാതെയായിരുന്നു ഈ വലിയ കിരാതമായിട്ടുള്ള SFIയുടെ നടപടി ഉണ്ടായത്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ SFI നേതൃത്വം കൊടുക്കുന്ന ഹോസ്റ്റലുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് എന്ന് കേസ് നിരന്തരം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വസ്തുതയാണ്. അത് സിദ്ധാർത്ഥൻ്റെ മരണത്തോടുകൂടി കേരളീയ പൊതുസമൂഹം ആ വിഷയം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് SFI എന്ന ഒരു കേരളീയ പൊതുബോധം രൂപപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, SFI എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയല്ല, ഒരു വലിയ ക്രൂരത ചെയ്യുന്ന വലിയൊരു തീവ്രവാദ സംഘടനയായ SFI എന്ന് പറയുന്ന ഒരു സംഘടന മാറിയിരിക്കുകയാണ്. എന്ത് വിദ്യാർത്ഥികൾക്ക് ക്ഷേമകരമായിട്ടുള്ള എന്ത് ദൗത്യമാണ് SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തുന്നത്? തങ്ങളുടെ സമഗ്രാധിപത്യ കോട്ടകളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നിർമ്മിച്ചുകൊണ്ട് അവിടെ ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് കടന്നു തരാനുള്ള അവരുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ വലിയ ഭീതികരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇതര ആശയങ്ങൾക്ക് പ്രവർത്തിക്കാനോ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാനോ സംഘടനാ പ്രവർത്തനം നടത്തുകയിലാക്കാനോ പറ്റുന്നൊരു സാഹചര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏത് വിധേനയും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി SFI എന്ന് പറയുന്ന സംഘടനയുടെ ക്രിമിനൽ കൂട്ടത്തിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഹബ്ബുകൾ മാത്രമായി കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം കേസ് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സിദ്ധാർത്ഥൻ്റേത് കേരളത്തിലെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ക്യാമ്പസ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് അവസാനിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഒരു ക്യാമ്പസിലും SFIയുടെ ഇരുട്ടുമുറികൾ അല്ലെങ്കിൽ അവരുടെ ഇടിമുറികൾ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും SFIയുടെ വിചാരണ കോടതികൾ ഉണ്ടാകാൻ പാടില്ല. ആ കോടതികളിൽ വിധി തീർപ്പാക്കുന്ന ശിക്ഷ നടപ്പിലാക്കുന്ന രീതി ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഒരു വലിയ ക്യാമ്പയിനുമായി കേസ് കടന്നു വരികയാണ്. കേരളത്തിലെ സമസ്ത ക്യാമ്പസുകളിലെയും ഇടിമുറികൾ തകർക്കപ്പെടണം, SFIയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അറുതി വരുത്തണമെന്ന ഒരു വലിയ ആവശ്യവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഒരു വലിയ സഹന സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സിദ്ധാർത്ഥൻ്റെ മരണം തുടക്കം മുതൽ ഒളിച്ചു കളിക്കുന്ന കേരള പോലീസ്, ഇതിൽ പ്രതികളെ സംരക്ഷിക്കുന്ന കേരള പോലീസ്, SFIക്കാരായിട്ടുള്ള പ്രതികൾക്ക് കവചമൊരുക്കുന്ന കേരള പോലീസ്, അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു CBI അന്വേഷണം നടന്നെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളറകളിലെ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് വരികയുള്ളൂ. അത്തരത്തിലുള്ള വലിയൊരു ആവശ്യവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിരാഹാര സമരം ഇന്ന് 3-ാം ദിവസം കിടക്കുകയാണ്. 2-ാം ദിവസമായിരുന്ന ഇന്നലെ ഈ ഡീനിനെ പുറത്താക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഞങ്ങളുടെ 1-ാം ഘട്ട സമരത്തിൻ്റെ വിജയമായി ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. ഈ ഡീനിനെ പുറത്താക്കുക മാത്രമല്ല, അയാളെ പ്രതി ചേർക്കുക. അയാൾ ഇതിൽ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡുള്ള ഒരു ആൾ എന്ന് പറയുന്നത് ഡീനാണ്. അയാളെ പ്രതി ചേർത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന വലിയ ആവശ്യം തുടക്കം മുതൽ ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. വരും ദിവസങ്ങളിലും ഞങ്ങളുടെ സഹന സമരം അതിതീവ്രമായിട്ടുള്ള തരങ്ങളിൽ കേരളത്തിൻ്റെ തെരുവോരങ്ങളെ സമരകലുഷിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്.